ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസ് ചെയ്ത മിസ്സിംഗ് വുമൺ എന്ന കൊറിയൻ മിസ്റ്ററി മൂവിയാണ്. സിംഗിൾ പാരന്റ് ആയ നായികയ്ക്ക് ജോലിയുള്ളത് കാരണം തന്റെ കുഞ്ഞിനെ നോക്കാൻ ഒരു ആയയെ ഏൽപ്പിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ആ നാനി കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളയുന്നു. അവരന്വേഷിച്ചു പോകുന്ന നായികയ്ക്ക് അവരെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ദുരൂഹതകൾ നിറഞ്ഞ കഥകളായിരുന്നു. അത്രയും നാൾ സ്നേഹത്തോടെ നിന്ന ആയ ഇത്രയും ക്രൂരതയുള്ള സ്ത്രീയായിരുന്നു എന്നും എല്ലാം അവർ കരുതിക്കുട്ടി പ്ലാൻ ചെയ്താണ് തന്റെ വീട്ടിൽ ജോലിക്ക് വേണ്ടി വന്നതെന്നും നായിക മനസ്സിലാക്കുന്നു. ആ നാനി ആരാണെന്നും അവർ എന്തിനാണ് ഹീറോയിന്റെ വീട്ടിൽ ജോലിക്ക് വേണ്ടി വന്നതെന്നും നമുക്ക് വഴിയെ അറിയാം. സിനിമയുടെ തുടക്കത്തിൽ നായിക ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ ധൃതിയിൽ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചെന്ന് പെൻഡിങ് ആയ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയം നായികയുടെ കുഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ കൊഞ്ചിക്കാനോ അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും ആയ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ കുഞ്ഞിന് ജലദോഷം കണ്ട നായിക കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ആയോട് പറയുന്നു. അപ്പോൾ ആയ ഇന്നല്ല നാളെ പോകാം, അപ്പോൾ കുഞ്ഞിന് വാക്സിനും കൂടി എടുക്കാമെന്ന് അവൾ പറയുന്നു. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ നായനിക്ക് ആദ്യത്തെ ശമ്പളം നൽകുന്നു. കൂടെ ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നു. നീ നന്നായിട്ട് തന്നെ എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, മറ്റ് ആയകളെ പോലെയല്ല, എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞ് അവൾ ജോലിക്ക് പോകുന്നു. അന്ന് ഒരുപാട് വൈകിയാണ് ഹീറോയിൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പിറ്റേന്ന് രാവിലെ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. അത് അവളുടെ ഡിവോഴ്സിന്റെ കേസ് നോക്കുന്ന വക്കീലായിരുന്നു. ഹീറോയിന്റെ കുഞ്ഞിനെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ കേസ് കോടതിയിൽ വിചാരണ ചെയ്യുന്നുണ്ട്. അതിനായി 11 മണിക്ക് കോടതിയിൽ എത്തണമെന്ന് പറഞ്ഞ് വക്കീൽ ഹീറോയിനെ വിളിച്ചു പറയുന്നു. അവൾ വേഗം തന്നെ റെഡിയായി കുഞ്ഞിനോട് ബൈ പറഞ്ഞിറങ്ങാൻ കുഞ്ഞിന്റെ റൂമിന്റെ ഡോർ തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെയും നാനിയെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇനി ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയതാണെന്ന് കരുതി അവൾ സമയം കളയാതെ വേഗം കോർട്ടിലേക്ക് പോകുന്നു. ഹീറോയിന് മെഡിക്കൽ കണ്ടീഷൻ ഉള്ളത് കാരണം കുഞ്ഞിനെ ഇടയ്ക്ക് ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു. എന്നാൽ ഹീറോയിനാണെങ്കിൽ കുഞ്ഞിനെ കൊടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ വീട്ടിൽ കിട്ടാൻ അവളുടെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും ഇപ്പോൾ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഹീറോയിൻ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു പാരന്റ് ആണ്. എന്റെ കുഞ്ഞിനെ നോക്കാൻ ഒരു നാനിയുണ്ട്. അവർ വളരെ നന്നായിട്ട് തന്നെയാണ് എന്റെ കുഞ്ഞിനെ നോക്കുന്നത്. ഒരു പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവർ ഉണ്ടാകും എന്റെ കുഞ്ഞിന്റെ അടുത്ത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നെ തരണമെന്ന് ഹീറോയിൻ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജി ആണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോവുകയുള്ളൂ. റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരാൻ പറഞ്ഞ് ജഡ്ജി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെ കുഞ്ഞിനെ അവർക്ക് തീരെ കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഫുൾ കസ്റ്റഡിയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ നിങ്ങളുടെ ഹസ്ബൻഡിനോട് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഹീറോയിൻ വേഗം ഓഫീസിലേക്ക് ധൃതിപ്പെട്ട് വരും. അവൾ ലേറ്റായി വന്നതിന് അവൾ ബോസ് ഒരുപാട് വഴക്ക് പറയും. ഒന്നും മിണ്ടാതെ അവൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ജോലിക്കിടയിലും അവൾ ആ നാനിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ അവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജോലി കഴിഞ്ഞ് ഹീറോയിൻ ഹസ്ബൻഡിനെ കാണാൻ ചെല്ലുന്നു. കുഞ്ഞിനെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കിക്കോളും, കുഞ്ഞിനെ എനിക്ക് തന്നെ തന്നൂടെ, നിങ്ങളുടെ അമ്മ കാരണം ഞാൻ ഈ കേസിൽ പെട്ടിരിക്കുകയാണ്, മര്യാദയ്ക്ക് എന്റെ ജോലിയിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവരോട് എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നെ വിട്ടുതരാൻ പറഞ്ഞൂടെ എന്നൊക്കെ ഹീറോയിൻ പറയുമ്പോൾ എനിക്കിതിനെ പറ്റിയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, നീ പോയി അമ്മയോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് പോകുന്നു. ഇനി എന്താ ചെയ്യേണ്ടത് പോലും അറിയാതെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ നാനിയും കുഞ്ഞും വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഹീറോയിൻ അവരെ ഫോൺ വിളിച്ചോണ്ടിരുന്നു. അവൾ പുറത്തു പോയി അവിടുത്തെ പ്ലേ ഗ്രൗണ്ടിലെല്ലാം ചെന്ന് നോക്കുന്നു. അവിടെ ഒന്നും തന്നെ അവരുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഒരു ദിവസം മുമ്പ് നാനിയെയും കുഞ്ഞിനെയും അയാൾ കണ്ടിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് തൊട്ടപ്പോൾ അവർ വല്ലാതെ ദേഷ്യപ്പെട്ട് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയി. അവരുടെ പെരുമാറ്റം എന്തോ അബ്നോർമലായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സെക്യൂരിറ്റി ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിന് സംശയം തോന്നുന്നു. അവരെ കൊണ്ടുവന്നത് തൊട്ടടുത്ത ഫ്ലാറ്റിലെ നാനിയാണ്. അവളുടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഹീറോയിൻ അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അവരുടെ ഒരു അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞാണ് നാനിയെ ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ എന്തായാലും നിങ്ങളുടെ ബന്ധുവല്ലേ, വിശ്വസിക്കാമല്ലോ എന്ന് പറയുന്നു. കുഞ്ഞിന്റെ മുഖത്തുള്ള പരിക്ക് കണ്ട അവർ എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു. ഹീറോയിൻ മുമ്പ് നിന്നിരുന്ന നാനി കാരണം സംഭവിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു വിട്ടു, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ സാരമില്ല, കുഞ്ഞിനെ നന്നായി നോക്കിയാൽ മതിയെന്ന് ഹീറോയിൻ പറയുമ്പോൾ ആ നാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടി 4 വർഷമെന്ന് പറയുന്നു. അവർക്ക് കൊറിയൻ ഭാഷ അത്ര വർഷമുണ്ടായിരുന്നില്ല, കാരണം അവർ ചൈനീസ് ആണ്. കൊണ്ടുവന്ന നാനിയാണെങ്കിൽ കൊറിയനുമാണ്. അപ്പോൾ അവരെങ്ങനെ ബന്ധുക്കളായെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അപ്പോൾ ആ നാനിയാണെങ്കിൽ അവരുടെ ബ്രദർ ചൈനയിൽ ജോലിക്ക് പോയിരുന്നു. അവിടെ വെച്ച് വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡായി. ഇവൾ ജനിച്ചതും വളർന്നതുമെല്ലാം ചൈനയിലാണ്, അതുകൊണ്ടാണ് അവൾക്ക് കൊറിയൻ അത്ര വശമില്ലാത്തത്. ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് ഹീറോയിൻ അവളെ ജോലിക്കെടുക്കാൻ തീരുമാനിക്കുന്നു. പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു. ആ നാനി എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റി അതിനെ ഉറക്കിയിരിക്കുന്നു. ഇത് കാണുന്ന ഹീറോയിന് ഒരു കാര്യം മനസ്സിലായി. അവൾക്ക് കുഞ്ഞുങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോയിൻ ആ നാനിയെ ജോലിക്കെടുക്കുന്നു. ഇപ്പോൾ പ്രസന്റിലാണെങ്കിൽ ആ നാനിയെ കൊണ്ടുവന്ന സ്ത്രീയെ ഹീറോയിൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ട്രൈ ചെയ്ത ശേഷം അവർ ഹീറോയിനെ തിരിച്ചു വിളിക്കുന്നു. ആ നാനി അവരുടെ ആരുമല്ലായിരുന്നു എന്ന സത്യമാണ് ഹീറോയിൻ മനസ്സിലാക്കുന്നത്. ഒരു ജോലി ശരിയാക്കി തന്നാൽ അവർ പണം തരാമെന്ന് പറഞ്ഞാണ് ആ നാനി ഹീറോയിന്റെ വീട്ടിലേക്ക് ആ നാനിയെ കൊണ്ടുവന്നത്. ആകെ കുഴപ്പം പിടിച്ച് ഹീറോയിൻ വേഗം വീട്ടിലേക്ക് ചെല്ലുന്നു.
വീട്ടിലെന്തെങ്കിലും സൂചനകളുണ്ടോ എന്നറിയാൻ ഹീറോയിൻ അവിടെ മൊത്തം സെർച്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് അവളുടെ ഭർത്താവിന്റെ ID കാർഡ് അവൾക്ക് കിട്ടുന്നത്. ഈ വീട്ടിലേക്ക് താമസമാക്കിയ ശേഷം അയാൾ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നോർത്ത് അവളാകെ ടെൻഷനാകുന്നു. ഇനി ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ കാണാതായെന്ന് കരുതി അവൾ വേഗം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു. പോലീസ് നാനിയുടെ ID കാർഡ് ചോദിക്കുന്നു. ആ സമയം അവൾക്കൊരു കോൾ വരുന്നു. കുഞ്ഞിനെ കാണാനില്ല എന്നറിഞ്ഞ് വക്കീല് വിളിച്ചതായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം കുഞ്ഞിനെ എങ്ങാനും കാണാതായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടില്ല. 18 വയസ്സ് കഴിയാതെ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല. അത് കേട്ട ഉടനെ അവൾ പോലീസിനോട് തനിക്ക് കേസൊന്നുമില്ല, തന്റെ കുഞ്ഞ് തിരിച്ചു വന്നുവെന്ന് പറഞ്ഞ് അവൾ ID കാർഡും എടുത്ത് ഓടിപ്പോകുന്നു. ആ സമയം പോലീസ് ആ നാനിയുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഫേക്ക് ആയ ഫോട്ടോ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ID കാർഡ് ഫേക്ക് ആണെന്ന് അറിയാതെ ഹീറോയിൻ ആ അഡ്രസ്സും തപ്പിക്കൊണ്ട് ഒരു ചൈനീസ് കോളനിയിലെത്തും. അവിടെയുള്ള ഒരു സ്ത്രീയോട് കാര്യം തിരക്കുമ്പോൾ അവർക്ക് അവൾ പറയുന്നതൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് കൊറിയൻ അത്ര വശമുണ്ടായിരുന്നില്ല. അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയ അവൾ കോൺബെല്ല് കേട്ട് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് അവളുടെ അമ്മായിയമ്മയായിരുന്നു. അവർ തന്റെ പേരക്കുട്ടിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. അവൾ വേഗം ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി കാറും എടുത്തു പോകും. ആ സമയത്താണ് ആ നാനിയെ പരിചയപ്പെടുത്തി കൊടുത്ത സ്ത്രീ വിളിക്കുന്നത്. ഹീറോയിൻ തന്റെ കുഞ്ഞിനെയും നാനിയെയും കാണാനില്ല എന്ന കാര്യം അവരോട് പറയുന്നു. എന്നാൽ അവർക്ക് ആ നാനി അറിയില്ല എന്നും ജോലി ശരിയാക്കി തന്നാൽ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. എന്നാൽ അവരെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുകയാണ്. അവിടുന്ന് ഹീറോ നേരെ കുഞ്ഞിനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്തി അന്വേഷിക്കും. കൂടാതെ 1 മാസത്തേക്കുള്ള മരുന്നും വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ ട്രാവൽ ചെയ്യുന്നവരായിരിക്കും അത്രയും മെഡിസിൻസ് എല്ലാം വാങ്ങിച്ചു പോവുക. ഇതറിഞ്ഞ് ഹീറോയിനാകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അവൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു പയ്യൻ അവിടെ ചുറ്റിക്കറങ്ങുന്നത് കണ്ട് അവൾ സംശയം തോന്നി ആ നാനിയെ കുറിച്ച് ചോദിക്കും. അവളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവനിൽ നിന്നും അവൾക്ക് കിട്ടുന്നു. അതനുസരിച്ച് അവളെ ഒരു സ്പാ സെന്ററിലേക്ക് അവൻ കൊണ്ടുപോവുകയാണ്. അവൾ ഹീറോയിന്റെ വീട്ടിൽ നാനിയായി ജോലി ചെയ്യുന്നതിന് മുമ്പ് ഈ സ്പാ സെന്ററിലായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് നാനിയുടെ ഒരു ഫോട്ടോ അവൾക്ക് കിട്ടുന്നു. അതിൽ അവളുടെ കൂടെ ഒരു കുഞ്ഞുമുണ്ട്. അത് നാനിയുടെ സ്വന്തം കുഞ്ഞായിരുന്നു. ആ ഫോട്ടോയുടെ പിറകിൽ ആ ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയുടെ പേരും ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. ശേഷം അവൾ ആ സ്റ്റുഡിയോ അന്വേഷിച്ചു പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഫോട്ടോ എടുത്ത ഡേറ്റും ഒപ്പം അവരുടെ അഡ്രസ്സും ഉണ്ടായിരുന്നു. ആ അഡ്രസ്സും വാങ്ങിച്ച് ഹീറോയിൻ ആ നാനി താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തും. എന്നാൽ അവിടെ ആരും തന്നെ താമസമുണ്ടായിരുന്നില്ല. ഹീറോയിനെ കണ്ട് അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ കാര്യം തിരക്കുന്നു. അവൾ തന്റെ ബന്ധുവാണെന്നാണ് ഹീറോയിൻ അവരോട് പറയുന്നത്. ആ വീട്ടിലെ സ്ത്രീയും ചൈനയിൽ നിന്നും വന്ന് കൊറിയയിലെ ആളെ വിവാഹം ചെയ്ത് അവിടുത്തെ സിറ്റിസനായി ജീവിക്കുകയാണ്. നാനിക്കും കൊറിയയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും ലീഗലി വിവാഹം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അയാൾ അവളെ വിവാഹം ചെയ്തു. എന്നാൽ അവളെ വളരെ ക്രൂരമായി അവിടേട്ട് അവർ പീഡിപ്പിക്കുകയായിരുന്നു. അവളെ വിവാഹം ചെയ്ത ആൾ അത്ര നല്ല ആളായിരുന്നില്ല. പിന്നീട് അവൾ പ്രഗ്നന്റ് ആയ ശേഷം അവളെ ഉപദ്രവിക്കുന്നത് കുറഞ്ഞു. അവളെ കൊറിയൻ പഠിപ്പിക്കാൻ അയൽക്കാർ കൊണ്ടുപോകാൻ പറയുന്നുണ്ടെങ്കിലും അയാളും അയാളുടെ അമ്മയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നിർബന്ധിച്ച ശേഷം അവർ കുറച്ചു ദിവസത്തേക്ക് അവളെ കൊറിയൻ പഠിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അവിടെ വെച്ച് അവൾ കുറച്ചൊക്കെ കൊറിയൻ പഠിച്ചു. ഒരു ദിവസം രാത്രി കുഞ്ഞിന് സുഖമില്ലാതാവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൾ അവളുടെ ഭർത്താവിനോട് പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ബില്ല് കണ്ട അയാൾ ഇത്രയും പണമൊന്നും ചികിത്സയ്ക്ക് ചിലവാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അയാളുടെ സ്വഭാവം മനസ്സിലാക്കി അവൾ കുഞ്ഞിനെയും കൊണ്ട് ആ വീട് വിട്ടിറങ്ങുന്നു. ശേഷം ഒരു പള്ളിയിലച്ഛന്റെ സഹായത്തോടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവൾ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് നാനി തന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്പാ സെന്ററിലേക്ക് ജോലിക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിന്റെ അവസ്ഥ മോശമാവുകയും കുഞ്ഞിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായി വരുന്നു. അതിനുവേണ്ടി കൂടുതൽ പണം ആവശ്യമായി വന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതായപ്പോൾ നാനിയെ പരിചയമുള്ള ആ പയ്യൻ അവൾക്ക് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടീമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. വൈകാതെ അവളുടെ ഒരു കിഡ്നി അവർക്ക് കൊടുക്കുന്നു. ശേഷം ഒരാഴ്ചക്കകം അവൾക്ക് പണം കൊടുക്കാമെന്ന് അവർ വാക്ക് കൊടുത്തു. ആ സമയത്താണ് ഹീറോയിന്റെ കുഞ്ഞിന് സുഖമില്ലാതെ വരികയും സെയിം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരുന്നതും. അവിടെ അവരെ കിടത്താൻ ബെഡില്ലാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റാരെങ്കിലും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഹീറോയിന്റെ ഹസ്ബൻഡ് മാനേജർക്ക് പ്രഷർ കൊടുക്കുന്നു. അപ്പോഴാണ് നാനിയും കുഞ്ഞും ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ വൈകിയതായി കാണുന്നത്. എന്നാൽ പിന്നെ അവരെ അങ്ങ് ഡിസ്ചാർജ് ചെയ്യാൻ ഹീറോയിന്റെ ഹസ്ബൻഡ് അവരെ ഫോഴ്സ് ചെയ്യും. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഹീറോയിന്റെ ഹസ്ബൻഡിനോട് അവർക്ക് ഇത്രയും വെറുപ്പ് തോന്നിയിട്ടുണ്ടാവുക. ഹീറോയിൻ വീട്ടിലെത്തി ഫ്രീസറിന്റെ മുകളിൽ നോക്കുമ്പോൾ അവിടെ നാനി വെച്ച ഒരു ടവൽ കാണുന്നു. അതിൽ നാനിയുടെ കുഞ്ഞിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ നാനി തണുത്ത ഫുഡ് ഹീറോയിന് കൊടുത്തപ്പോൾ ഹീറോയിൻ ചോദിച്ചിരുന്നു, ഇത് വല്ലാതെ തണുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നാനി പറയും, എപ്പോഴും തണുപ്പാണ് നല്ലത്. അതാലോചിച്ച് നിൽക്കുമ്പോൾ ഹീറോയിൻ സംശയം തോന്നി ഫ്രീസർ തുറന്നു നോക്കുകയാണ്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഹീറോയിൻ കാണുന്നത്. തണുത്ത് മരവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും പോലീസും ഹീറോയിന്റെ ഹസ്ബൻഡും അമ്മയും എല്ലാം വന്ന് നോക്കുമ്പോൾ അത് ഹീറോയിന്റെ കുഞ്ഞല്ലായിരുന്നു, അത് നാനിയുടെ കുഞ്ഞായിരുന്നു. ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാത്തതിന് ഹീറോയിനെ പുറത്താക്കിയപ്പോൾ അവൾ ഒരു റൂമിൽ ചെന്ന് കുഞ്ഞിനെ കിടത്തി. എന്നാൽ അവൾ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല. പോരാതിന് നല്ല പനിയുമുണ്ട്. അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കും. എന്നാൽ അവൾക്ക് കൊറിയൻ അറിയാത്തതിനാൽ അവർ പറയുന്നതൊന്നും തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഒടുവിൽ ആ കുഞ്ഞ് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോവുകയാണ്. പിന്നീട് ഹീറോയിന്റെ ഹീറോയിനോട് അവൾക്ക് വല്ലാത്ത പക തോന്നാൻ തുടങ്ങി. അവർ കാരണമാണ് തന്റെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും എങ്ങനെയെങ്കിലും അവരുടെ കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന ചിന്തയായി അവൾക്ക്. അതിനായി അവൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഹീറോയിന്റെ വീട്ടിലേക്ക് നാനിയായി ജോലിക്ക് വരുന്നത്.
ഇപ്പോൾ പ്രസന്റിൽ പോലീസുകാർക്ക് കപ്പൽ വഴി ചൈനയിലേക്ക് പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നു. അതിൽ നാനി ഉണ്ടാവുമെന്ന് പോലീസുകാർക്ക് സംശയം തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസ് സംഘവും ഹീറോയിനും അവിടെ എത്തി പരിശോധിക്കാൻ തുടങ്ങി. ഹീറോയിൻ എല്ലായിടത്തും പരിശോധിക്കുമ്പോൾ നാനി കുഞ്ഞിനെയും എടുത്ത് കപ്പലിന്റെ ഒരു സൈഡിലായി നിൽക്കുന്നത് കാണുന്നു. ഹീറോയിൻ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ സമയം നാനി അവരെ കണ്ട് ഭയന്ന് കപ്പലിന്റെ എഡ്ജിലേക്ക് കയറി നിൽക്കും. ഹീറോയിൻ എന്റെ കുഞ്ഞിനെ തിരിച്ചതാ എന്ന് പറയുന്നുണ്ടെങ്കിലും നാനി ഇത് എന്റെ കുഞ്ഞാണ്, ഞാൻ ആർക്കും തന്നെ തിരിച്ചു തറിയില്ല എന്ന് പറയാണ്. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാനും കുഞ്ഞും വെള്ളത്തിലേക്ക് ചാടുമെന്ന് പറഞ്ഞ് നാനി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നാനിയുടെ കുഞ്ഞിനെ പൊതിഞ്ഞ തുണി കാണിക്കുന്നു. അത് കണ്ടതും നാനി വല്ലാതെ ഇമോഷണൽ ആകുന്നുണ്ട്. ആ സമയം ഹീറോയിൻ നാനിയോട് നീ നിന്റെ കുഞ്ഞിനെ സ്നേഹിച്ച പോലെ എന്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ട്. അവൾ മരിക്കാൻ വേണ്ടി നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ജീവിച്ചോട്ടെ. ഇതെല്ലാം ഹീറോയിൻ പറയുമ്പോൾ നാനി വളരെ സങ്കടത്തോടെ കുഞ്ഞിനെ പോലീസുകാർക്ക് കൊടുക്കുന്നു. എന്നാൽ നാനി കപ്പലിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. കൂടെ രക്ഷിക്കാൻ ഹീറോയിൻ ചാടുന്നുണ്ടെങ്കിലും നാനി കൈത്തട്ടി മാറ്റി കടലിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹീറോയിനും കുഞ്ഞും രക്ഷപ്പെട്ടതായി കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.